ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് മൂന്നാറിന് 40 കിലോമീറ്റർ അപ്പുറത്തുമുള്ള വട്ടവട എന്നുള്ള കർഷക ഗ്രാമത്തിലേക്കാണ്, അഥവാ സ്ട്രോബെറി പഴങ്ങളുടെ നാട്ടിലേക്കാണ്. എന്തുകൊണ്ട് വട്ടവട ഇത്തവണ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, കേരളം മുഴുവൻ കടുത്ത വേനലിൽ കത്തി ഉരുകുകയാണ്. മൂന്നാറ് പോലും കനത്ത ചൂടാണ്. അപ്പോൾ വട്ടവടയിലെ താപനില ഗൂഗിളിൽ നിന്നും മനസ്സിലാക്കിയെടുത്തോളം രാത്രികാലങ്ങളിൽ 8 മുതൽ 15 വരെ ഡിഗ്രി സെൽഷ്യസ് ആണ്. കൂടാതെ വട്ടവടയിലെ ക്യാമ്പ് നോയൽ എന്ന സ്റ്റാർ റിസോർട്ടിലെ ആ പച്ചവിരിച്ച പുൽമേടുകളും സ്വിമ്മിംഗ് പൂളും രാത്രിയുള്ള ക്യാമ്പ് ഫയറും വിശിഷ്യ അവിടുത്തെ ഭക്ഷണവുമൊക്കെ വളരെ നല്ലതാണെന്നുള്ള അനുഭവസ്ഥരുടെ അനുഭവ സാക്ഷ്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞങ്ങൾ വട്ടവടയിലേക്ക് പോകുവാൻ തീരുമാനിച്ചത്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരെന്നല്ലേ? ഞങ്ങളെന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ രാജഗിരി RSS സ്പോർട്സ് കോംപ്ലക്സിൽ ഷട്ടിൽ കളിക്കുന്നതിന് വേണ്ടി മാത്രമായി ചേർന്ന 6-7 കൊല്ലം മുമ്പ് ചേർന്ന ഏതാനും മനുഷ്യരെന്ന് പറയാൻ കാര്യം ഇവിടെ പ്രായം ഏകദേശം പലരും വ്യത്യസ്ത പ്രായമുള്ളവരാണ്. ചെറുപ്പക്കാരാണെന്ന് പറയാൻ പറ്റില്ല, ചെറുപ്പക്കാരുമുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി, അതിൽ പലരും പിരിഞ്ഞു പോയി, കളി കഴിഞ്ഞ് അവരവരെ തിരുവനന്തപുരത്തേക്കും കൊല്ലത്തും തൃശ്ശൂരും പോയവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ടൂറിന് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഒരുമിക്കും. ഞങ്ങളുടെ വീടുകളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെല്ലാവരും വീണ്ടും ഒരുമിക്കും. ഷട്ടിൽ കളിക്കപ്പുറം എല്ലാവിധ വിലക്കുകൾക്കും അപ്പുറം ഒരു വലിയ സൗഹൃദ കൂട്ടായ്മയായി ഇത് മാറിക്കഴിഞ്ഞു. അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ഐസ് ബോക്സ് എടുത്തിട്ടില്ല, വണ്ടിയിലെല്ലാവരും കയറി കഴിഞ്ഞു. അപ്പോഴാണ് ചാൾസും സോജിയും കൂടി 500 മീറ്റർ അപ്പുറമുള്ള വീട്ടിലേക്ക് കാൽനടയായി ഓട്ടിപ്പോയി ഐസ് ബോക്സും തൂക്കിയുള്ള വരവാനെ കാണുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് മോനെ ഈ 2 ബുക്കും ഒരു പൊതി ചോറും കൂടി ആ ബാഗിലിട്ട് കൊണ്ടുപോകണം, അതൊക്കെ വലിയ ഭാരമാണ് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നവരാണ് ദാ ഐസ് ബോക്സും തൂക്കി വരുന്നത്. അതാണ് ഈ ടൂറിൻ്റെ ഒരു ഉത്സാഹം. ആ ഉത്സാഹം ഈ ടൂറിൽ ഉടനീളം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഏതായാലും ഞങ്ങൾ കളമശ്ശേരിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പെരുമ്പാവൂർ എത്തിക്കഴിഞ്ഞു. പെരുമ്പാവൂര് MC റോഡ് സിഗ്നലിൽ നിന്നും മൂവാറ്റുപുഴയ്ക്ക് തിരിയുന്നിടത്ത് 20 മീറ്റർ മാറിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ളിലായി വീണ്ടും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന അപ്സര ഹോട്ടൽ എന്ന ചെറിയ കടയിലേക്കാണ് പ്രഭാത ഭക്ഷണത്തിനായി ഞങ്ങൾ ഇറങ്ങിച്ചെല്ലുന്നത്. ഇവിടുത്തെ ഭക്ഷണം അതിവിശിഷ്ടമാണ്. നീ ഇറങ്ങുന്ന പുറയിൽ ചെറിയ കഷണ്ടിയുള്ള ജോട്ടിയാണ് പറഞ്ഞത് വളരെ നല്ല ഭക്ഷണമാണെന്ന്. അന്നേരം ഒന്ന് അനുഭവിച്ചിട്ടതിൻ്റെ കാര്യം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വളരെ വായിലൊക്കെ വെള്ളം കൊണ്ട് ഈ അപ്സര ഹോട്ടലിലേക്ക് കടന്നു ചെല്ലുകയാണ്. വളരെ ചെറിയൊരു ഹോട്ടൽ, ഒരുപാട് വലുതെന്നൊന്നും പറയാനില്ല. രാവിലെ 8 മണിയായതുകൊണ്ട് ഒരുപാട് പേര് ആഹാരം കഴിക്കാൻ എത്തിയിട്ടുമില്ല. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, അവിടെയൊക്കെ അത്യാവശ്യം ഫാമിലികളൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സപ്ലൈസ് ഒന്നും എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് അവിടെ നമുക്ക് വേണ്ട വിഭവങ്ങളുടെ ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ മാതിരി കറികൾക്ക് കഴിച്ചു തുടങ്ങിയപ്പോഴേ മനസ്സിലായി, മസാലക്കൂട്ടിനൊക്കെ പണ്ട് നമ്മൾ വീട്ടിൽ സ്വയം പൊടിച്ചുണ്ടാക്കുന്ന മസാലയുടെ ഒരു രുചിയൊക്കെ ഉണ്ട്. പുട്ടിനാണെങ്കിലും ഇടിയപ്പത്തിനാണെങ്കിലും വെള്ളയപ്പത്തിനാണെങ്കിലും ആ ശരിയായ ഒരു മാർദ്ദവും വെള്ളമൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. പൊറോട്ട നല്ല ചില്ലായിട്ട് നല്ല രസമുണ്ട്. ഇത് അപ്സര സ്പെഷ്യൽറ്റി ഒരു ഗ്ലാസ്സിന് 20 രൂപയാണ്. അപ്പോൾ 20 രൂപ കൊടുത്ത് ഞങ്ങൾ അത് മേടിച്ചു. അവർ വളരെ അഭിമാനപൂർവ്വം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ് അപ്സര സ്പെഷ്യൽറ്റി. മട്ടൻ ചാപ്സ് കിട്ടും, മട്ടൻ കറി കിട്ടും, മട്ടൻ റോസ്റ്റ് കിട്ടും, മട്ടൻ ലിവർ ഫ്രൈ കിട്ടും, ചിക്കൻ കൊണ്ടുള്ള പലതരം വിഭവങ്ങളും രാവിലെ അവിടെ കിട്ടും. ഏതായാലും നിങ്ങൾ ഈ പെരുമ്പാവൂർ വഴി കാസർഗോഡേക്ക് ആയിക്കോട്ടെ, എറണാകുളത്തേക്ക് ആയിക്കോട്ടെ, മൂന്നാറേക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തായിക്കോട്ടെ, മറ്റെവിടെ എങ്കിലും ആയിക്കോട്ടെ, രാവിലെ പ്രഭാത ഭക്ഷണ സമയത്ത് നിങ്ങൾ പെരുമ്പാവൂർ വഴി പോകുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഈ അപ്സരയിൽ നിന്ന് കഴിച്ചു നോക്കുന്നത് നിങ്ങൾക്ക് വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും. അവിടെ 2200 രൂപ 13 പേര് ഭക്ഷണം കഴിച്ച് 2200 രൂപ പേ ചെയ്ത് ഞങ്ങൾ മൂന്നാറേക്കുള്ള യാത്ര തുടരുകയാണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മൂന്നാറിൻ്റെ പ്രത്യേകത. കുത്തനെയുള്ള മലനിരകൾ, അതിലെയെല്ലാം പച്ച പുതപ്പിച്ചുകൊണ്ട് കണ്ണൻദേവൻ ചായ തോട്ടങ്ങളുടെ കണ്ണത്താ ദൂരത്തോളമുള്ള കാഴ്ച, മലനിരകളെ പച്ചപ്പണിയിച്ചുകൊണ്ട് വളർന്നു നിൽക്കുന്ന ഗ്രാൻഡിസ് മരങ്ങൾ. ഒരു കാര്യം തീർച്ച,
നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുന്നത്രയും ഭംഗിയായിട്ട് എത്ര ശക്തമായ ക്യാമറയുണ്ടെങ്കിലും നമുക്കതിനെ ഒപ്പിയെടുക്കുവാൻ കഴിയില്ല. ആ കാഴ്ച കണ്ണുകൾ കൊണ്ട് തന്നെ കാണണം. ഇപ്പോൾ നമ്മുടെ വാഹനം ഏകദേശം മൂന്നാർ എത്തിക്കഴിഞ്ഞു. അപ്പോൾ സമയം ഒരു 11-11:30 മണിയായിട്ടുള്ളൂ. ഉച്ചഭക്ഷണത്തിനുള്ള സമയമായില്ല. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അഖിൽ ഇടുക്കി ജില്ലക്കാരനാണ്. അപ്പോൾ അഖിലാണ് പറഞ്ഞത് ഇവിടെ മൂന്നാർ ടൗണിലുള്ള നമ്മുടെ ഗുരുദേവൻ ഹോട്ടൽ, അവിടുത്തെ ഭക്ഷണം വളരെ നല്ലതാണ്, വയറ് ചീത്തയാകാതെ കഴിക്കാവുന്ന വളരെ വിനയമുള്ള ഭക്ഷണമാണെന്ന് അഭിപ്രായപ്പെട്ട് ഈ റെഡ് റോസ്റ്റ് ഇട്ടിരിക്കുന്ന അഖിലാണ്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമായില്ല, ആൾക്കാരൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 13 ഊണ് പാഴ്സൽ പറഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 5 ബീഫ് കറിയും 5 കൊഴുവ ഫ്രൈയും കൂടി പറഞ്ഞു. അത് പാഴ്സലായി കയ്യിൽ വാങ്ങിച്ചു, പൊതിഞ്ഞു വാങ്ങിച്ചു. 2200 രൂപ ബില്ലായി. ഇവിടെ 2200 രൂപ ബില്ലായി. അപ്പോൾ ആ പാഴ്സലും വാങ്ങി ഞങ്ങൾ ഇത് മാട്ടുപ്പെട്ടി ഡാമിന് തൊട്ട് മുമ്പുള്ള സൈറ്റ് സീയിങ് പോയിന്റാണ്. ഇവിടെ ഒരുപാട് കുട്ടികൾ, കുടുംബങ്ങൾ, അന്യ സംസ്ഥാനത്തു നിന്നുള്ളവരൊക്കെ കുറേ പേര് കൂടി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, കുതിരപ്പുറത്ത് കയറുന്നുണ്ട്. ആ കാഴ്ചകൾ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി നിർത്തിയില്ല. കാരണം ഞങ്ങളുടെ ഇന്നത്തെ എയിം എന്ന് പറയുന്നത് വട്ടവടയും ക്യാമ്പ് നോയൽ എന്നുള്ള റിസോർട്ടുമാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ സൈഡിൽ, അവിടുത്തെ കാച്ച്മെൻ്റ് ഏരിയയുടെ സൈഡിൽ വളർന്നു നിൽക്കുന്ന ആ നല്ല ഒരേ പൊക്കത്തിലും ഒരേ വണ്ണത്തിലും വളർന്നു നിൽക്കുന്ന യൂക്കാലി എന്ന് തോന്നിക്കുന്ന യൂക്കാലി മരമല്ല, ഗ്രാൻഡിസ് എന്നോ മറ്റുമാണ് പേര്. ആ മരങ്ങളുടെയൊക്കെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ്. അവിടെ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിലെ എക്കോ പോയിന്റിലൊക്കെ ബോട്ടിങ്ങിനായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെയും കുടുംബങ്ങളെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും അതൊക്കെ പിന്നിട്ടുകൊണ്ട് വയറ് നന്നായിട്ട് വിശത്ത് തുടങ്ങിയിട്ടോ, മണി 2, 2:30, 3 മണിയോട് അടുക്കുന്നു. ഇപ്പോഴും ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞ ഡ്രൈവർ വണ്ടിയായിട്ട് പോവുകയാണ്. ഇത് നോക്കി ഈ പച്ച തേയില തോട്ടങ്ങളുടെ ആ ഭംഗിയൊന്ന് നോക്കിയേ. ആ നീല ആകാശം, ആ അകലെ കാണുന്ന ആ നിൽക്കുന്ന മരങ്ങളുണ്ട്, അത് ഗ്രാൻഡിസ് എന്ന് പറയുന്ന മരങ്ങളാണ്. അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഇലകളുടെ വ്യത്യസ്തമായ കളറുകളൊക്കെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ എങ്ങനെയും ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതോടുകൂടി യാത്ര തുടരുകയാണ്. ഇനി ഭക്ഷണത്തിലേക്ക്. സൂപ്പർ അടിപൊളി ഫുഡ്. ഭക്ഷണമൊക്കെ അടിപൊളി, നല്ല പൊതിച്ചോറ്, നല്ല സൂപ്പറായിരുന്നു. നല്ല വെജിറ്റബിൾ കറികളും കൂട്ടി മീൻ ഒന്ന് വറുത്തും കൂട്ടി കഴിക്കുന്നുണ്ടല്ലോ. ബീഫ് റോസ്റ്റ് ഉണ്ടല്ലോ. ബീഫ് റോസ്റ്റ് എനിക്ക് അതിനെപ്പറ്റി നോയമ്പായി തന്നെ ഞങ്ങൾ കഴിക്കണം. സൂപ്പർ. മൂന്നാർ ഗുരുദേവൻ ഹോട്ടലിൽ നിന്നും വാങ്ങിയ ഭക്ഷണം എല്ലാവരും കൂടി വളരെ സഹകരിച്ച് ആ പെരുവഴിയിലിരുന്ന് ആസ്വദിച്ച് കഴിച്ച് ഷെയർ ചെയ്ത് ഞങ്ങളിത് വട്ടവട ടൗണിലെത്തി. ഈ കാണുന്നതാണ് വട്ടവട ടൗൺ. ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ കർഷക ഗ്രാമമാണ്. ഇവിടെ റിസോർട്ടുകൾ പണിതിട്ടുള്ള വിവിധ റിസോർട്ട് ഗ്രൂപ്പുകൾ കൊടുക്കുന്ന പരസ്യത്തിലൂടെയാണ് ശരിക്കും വട്ടവട പ്രശസ്തമാകുന്നത്. ഇവിടെ കൃഷി എന്ന് പറയുന്നത് ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ട് ഇങ്ങനെയുള്ള ഒരുപാട് വെജിറ്റബിൾസ് ആയിരുന്നു നേരത്തെ. പക്ഷേ ഇപ്പോൾ ഒരു ഗ്രാൻഡിസ്നോ മറ്റോ പേര് പറയുന്ന ഒരു മരം, അതായത് പേപ്പർ ഉണ്ടാക്കുന്നതിനും മറ്റും ഉപയോഗിക്കുന്ന ഒരു മരം നട്ടിട്ട് പോയി കഴിഞ്ഞാൽ 8 വർഷം കഴിഞ്ഞ് ഒന്ന് വിളവെടുത്താൽ മതി. അതിന് വളം നൽകേണ്ട, മറ്റൊന്നും ചെയ്യണ്ട. അതുകൊണ്ട് ഒരുവിധം ഈ ഏക്കർ കണക്കിന് പറമ്പുള്ള മുതലാളിമാരൊക്കെ, എസ്റ്റേറ്റ് മുതലാളിമാരൊക്കെ ആ കൃഷിയൊക്കെ നിർത്തിയിട്ട് പണിക്കാരെയൊക്കെ ഒഴിവാക്കി മരവും നട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട 8 കൊല്ലം വന്നു കഴിയുമ്പോൾ വെട്ടി ലക്ഷക്കണക്കിന് രൂപ പോക്കറ്റിലിട്ടിട്ട് പോവുക. ഇപ്പോഴും പക്ഷേ സ്ട്രോബെറി കൃഷി ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും ഞങ്ങൾ വട്ടവടയിൽ ടൗണിൽ നിന്നും കുത്തനെയുള്ള ഇറക്കമിറങ്ങി വട്ടവടയിലെ കർഷക ഗ്രാമത്തിലൂടെ സ്ട്രോബെറിയും മറ്റും വിളയിക്കുന്ന കർഷകരുടെ ഗ്രാമത്തിൻ്റെ നടുവിലൂടെ വളരെ ചെറിയ വഴികളിലൂടെ ഞങ്ങൾ വട്ടവടയിലെ ക്യാമ്പ് നോയൽ എന്ന റിസോർട്ടിനെ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹണി മ്യൂസിയം ഒക്കെ ഉണ്ട്. പോകുന്ന വഴി ഞങ്ങളോട് അവിടെ ടൗണിൽ നിന്ന് പറഞ്ഞു ഒരു ഹണി മ്യൂസിയം ഉണ്ട്. വിവിധതരം തേനുകൾ ഈ ഹണി മ്യൂസിയത്തിൽ അവൈലബിൾ ആണ് എന്നവർ പറഞ്ഞു. അങ്ങനെ അതായി കാണുന്ന ഇപ്പോൾ ഈ അടുത്ത് വരുന്നതാണെന്ന് തോന്നുന്നു. അതെ, ഈ കാണുന്നതാണ്. ഇതിനപ്പുറത്ത് ഈ കടക്കപ്പുറം കാണുന്നതാണ് ശരിക്കും വട്ടവടയിലെ ഹണി മ്യൂസിയം എന്ന് പറയുന്നത്. ഒരു തേനീച്ചയുടെ രൂപമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വിവിധ തരം, ഒറിജിനലാണെന്ന് അവർ പറയുന്നു, വിവിധ തരം തേനുകൾ നമുക്കിവിടെ കിട്ടും. അതൊക്കെ കണ്ട് ഞങ്ങൾ പയ്യെ ഞങ്ങളുടെ വാഹനം ഇതാ ക്യാമ്പ് നോയൽ എന്നുള്ള സ്റ്റാർ റിസോർട്ടിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ അവിടുത്തെ വൈബ് ഇത്രയും നേരം കണ്ട അവരിപ്പോൾ നമ്മൾ മൂന്നാർ പച്ചക്കുന്നുകളൊക്കെ കണ്ട് പോകുന്നതിന് ശേഷം ഇത്രയും നേരം കണ്ട ഒരു വരണ്ട ചുറ്റുപാടുകളിലല്ല, മറിച്ച് ബുഷ് ചെടികളും പൂക്കളുമൊക്കെ നിറഞ്ഞ
വളരെ മനോഹരമായ പിന്നെ ഹാളുകളും മറ്റുമുള്ള മരത്തണലുള്ള ഒരു പ്രത്യേക വൈബുള്ളൊരു ചുറ്റുപാടിലേക്ക് നമ്മൾ ക്യാമ്പ് നോയലിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞു. എൻ്റെ കൂടെ വന്ന ജിനോ, ഷാജി സാറ്, അഖിൽ, അങ്ങനെയുള്ള എല്ലാവരും ഞങ്ങൾ റൂമിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ നോക്കിയാൽ ഒരുപാട് പൂക്കൾ, റോസപ്പൂ ഉണ്ട് അതിനകത്ത്, മറ്റു ഡാലിയ പൂക്കളുണ്ട്. ഇത് ഓറഞ്ചാണ്, വിളവെടുപ്പ് കാലമല്ല, അതുകൊണ്ട് വിളവെടുക്കാനായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങൾ റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ റൂം അലോട്ട് ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ വില്ല അനുവദിച്ച് കിട്ടുന്നതിന് വെയിറ്റ് ചെയ്യുകയാണ്. ഏതായാലും അതിൻ്റെ ആ ഓഫീസിൻ്റെ തൊട്ടു പുറകിലാണ് ഞങ്ങൾക്കുള്ള വില്ലകൾ. അവിടെ ഒരുപാട് വില്ലകളുണ്ട്. ഒരു വലിയ പ്രദേശം, ഇതൊരു ഫാം ഹൗസാണ്. ശരിക്കും ക്യാമ്പ് നോയൽ എന്ന് പറഞ്ഞാൽ ഒരു ഫാം ഹൗസാണ്. അപ്പോൾ അവിടെ ഒരുപാട് റൂമുകൾ അവൈലബിൾ. അപ്പോൾ ഞങ്ങൾക്ക് റൂം അനുവദിച്ച് കിട്ടി. ഞങ്ങൾ പയ്യെ ക്യാമ്പ് നോയലിലെ റൂമുകളിൽ എവിടെ ഇണ എണ്ണങ്ങളെയൊക്കെ ഇങ്ങനെ അണിയിച്ചൊരുക്കി നിർത്തിയിട്ട് ഞങ്ങളുടെ കൂടെ ആരുടെ കൂടെ ഇണയില്ല കേട്ടോ. അപ്പോൾ വളരെ നല്ല ഒരു റിസോർട്ടാണ്, വളരെ നല്ല സജ്ജീകരണങ്ങൾ, ബാത്റൂമാണെങ്കിലും എല്ലാം വളരെ ശുചിയുള്ളതാണ്. അപ്പോൾ പിന്നെ ഇത് കണ്ടോ, നമുക്ക് ചായ തിളപ്പിക്കാനൊക്കെ മുറിയിൽ തന്നെ അത്യാവശ്യം ചായപ്പൊടി, കാപ്പിപ്പൊടി, മഗ്, വെള്ളം, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഓരോ ബെഡ്റൂമിലും തന്നെ ലഭ്യമാണ്. നമുക്ക് കൂടെ അങ്ങോട്ട് പോകണമെന്നില്ല. കുളിക്കാനുള്ള ഷാമ്പൂ, സോപ്പ് എല്ലാം അവരുടെ ബ്രാൻഡ് നെയിമിൽ, ക്യാമ്പ് നോയൽ എന്ന ബ്രാൻഡ് നെയിമിൽ തന്നെ നമുക്ക് റൂമിൽ അവൈലബിൾ ആണ്. ഇത് പിന്നെ 2 ബെഡ്റൂം കൂടാതെ ഉള്ള ഒരു അഡീഷണൽ ബെഡ് സ്പേസാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ലഗേജൊക്കെ കൊണ്ടുവന്ന് വെച്ച് എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയിട്ട് പയ്യെ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് പയ്യെ ഇറങ്ങിയിരിക്കുകയാണ്. നല്ല തണുപ്പാണ് കേട്ടോ. കാരണം വൈകുന്നേരം 4-5 മണിയായതോടുകൂടി തണുപ്പ് വീണ് തുടങ്ങി. നോക്കിയേ, ആ പിന്നെ പുല്ല് വിരിച്ച പിന്നെ മൈതാനങ്ങളും ബുഷ് ചെടികളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ എറണാകുളം ടൗണിൽ പാർക്കിൽ ചെന്നാലും ഇത് കാണാം. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം, ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഇപ്പോൾ നല്ല തണുത്ത ഒരു കാലാവസ്ഥയിലാണ്. ചുറ്റും പച്ചിച്ച് വൻ മരങ്ങളും മലകളും ഒക്കെ ഉള്ള ഒരു ചുറ്റുപാടുകൾ. ചുറ്റും നോക്കിയാൽ മുകളിലൊക്കെ ആകാശം, മേഘങ്ങൾ, നീലാകാശം, വില്ല, ഇതെല്ലാം കൂടി തീർക്കുന്ന ഒരു പ്രത്യേക വൈബിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ആ തണുപ്പ് അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. പ്രത്യേകിച്ച് ഒരു ഹണിമൂൺ ട്രിപ്പൊക്കെ ആണെങ്കിൽ ഒരു 3-4 ദിവസം ഇവിടെ വന്ന് നിന്ന് പോകുവാൻ. പിന്നെ ഇവിടെ സാധാരണ മദ്യപാനം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പബ്ലിക്കായിട്ട് റൂമിൽ പോലും അനുവദനീയമല്ലെന്നാണ്. പക്ഷെ അതൊക്കെ നടത്തും കേട്ടോ ആൾക്കാർ. അനുവദനീയമാണ്. അതുകൊണ്ട് ഇതൊക്കെ വേറെ എവിടെ നിന്നുള്ള ഫാമിലികൾ ഇവിടെ ഒരു ക്യാമ്പ് ചെയ്ത് ഏതോ ഓഫീസിൽ നിന്നോ മറ്റോ വന്നിട്ടുള്ള ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഫാമിലികളാണ് ഈ റിസോർട്ടിൽ. അവർ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം പിന്നെ സ്വിമ്മിംഗ് പൂളിലും അവിടുത്തെ മൈതാനങ്ങളിലും ഒക്കെ ആയിട്ട് കാഴ്ചകളെ കണ്ട് നടന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോയി. പിന്നെ കുറച്ച് നേരം, സത്യം പറഞ്ഞാൽ ഈ ടൂറ് പോയിട്ട് ചീട്ട് കളിക്കുന്നതിനോട് എനിക്ക് മാനസികമായി യോജിപ്പില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ കണ്ടു തീർക്കാനുണ്ട്. പുതിയ സ്ഥലങ്ങളാണ്. ചീട്ടുകളി നമുക്ക് വീട്ടിലിരുന്നു ആവാമല്ലോ. അല്ലെങ്കിൽ ചിലർക്ക് അതിൻ്റെ ആ തണുത്ത ഒരു കാലാവസ്ഥയിലിരുന്ന് ചീട്ട് കളിക്കുന്ന ഒരു സുഖം അവർക്കറിയാമായിരിക്കും. ഇത് നോക്കി ജിനോൻ്റെയൊക്കെ കിടപ്പ് നോക്കി, സായിപ്പന്മാർ കിടക്കുന്നത്. ഫാദർ മാർട്ടിൻ, ടോണി, എല്ലാവരും. ഇത് ഞാനാണ് കേട്ടോ. ഇത് ഞാൻ കുറേ നേരം ഇവരൊക്കെ ചാടുന്നുണ്ടപ്പോൾ എനിക്ക് കൊതി തോന്നി, ഞാനും ചാടി. പക്ഷെ നല്ല തണുപ്പാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം നേരം ഈ വെള്ളത്തിൽ കിടക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിയതിന് ശേഷം ഞാൻ പയ്യെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കരക്ക് കയറി അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം സന്ധ്യയാവുന്നതോടുകൂടി എല്ലാവരും കൂടി പയ്യെ പിന്നെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറി അത്യാവശ്യം അപ്പോൾ കുറേ പേര് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ അരികിലിരുന്ന് ചീട്ട് കളിക്കാൻ തുടങ്ങി കുറേ നേരം. അത് കഴിഞ്ഞ് പിന്നെ സന്ധ്യ മറ്റുള്ള ഫാമിലികളൊക്കെ ഇങ്ങോട്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ മാറി എല്ലാവരും കൂടി ചീട്ടുകൾ റൂമിലൊക്കെ ആക്കി. അങ്ങനെ റൂമിലിരുന്ന് അല്പനേരം ചീട്ട് കളിച്ച ശേഷം ഞങ്ങൾ ക്യാമ്പ് ഫയറിനായി എല്ലാവരും കൂടി പുറത്തേക്ക് പോയി. I'm
ഒരുപാട് നേരം നീണ്ടുനിന്ന വളരെ ആസ്വാദ്യകരമായ ക്യാമ്പ് ഫയറിന് ശേഷം ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്നതിനായി ക്യാമ്പ് നോയലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. അതിവിശാലമാണ് ക്യാമ്പ് നോയലിൻ്റെ റെസ്റ്റോറൻറ്റ്. വളരെ ഹൈജീനിക്കുമാണ്. ഞങ്ങൾക്ക് വേണ്ടി വളരെ വിഭവസമൃദ്ധമായൊരു ഡിന്നറാണ് അവിടെ ഒരുക്കിയിരുന്നത്. വിവിധതരം സലാഡുകൾ ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച് കഴിക്കുവാൻ പൊറോട്ട, ചപ്പാത്തി, ഗോബി 65, പിന്നെ ചിക്കൻ പെരളൻ നോൺ വെജ് കഴിക്കുന്നവർക്കായിട്ട്. അതുകൂടാതെ പിന്നെ ഇത് ഒരു റൈസ് ഐറ്റമാണ്, നോർത്ത് ഇന്ത്യൻ. അതിൻ്റെ പേര് കൃത്യമായിട്ട് കിട്ടിയില്ല. ഇത് കുത്തരിച്ചോറ്, അതുമാതിരി പാലക് പനീർ, പിന്നെ ബട്ടൂര. പാലക് പനീറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബട്ടൂര ഉണ്ടായിരുന്നു. ദാൽ സലൂരി എന്ന് വെച്ചാൽ നമ്മുടെ പരിപ്പ് കറി, പിന്നെ ഫിഷ് മപ്പാസ്, അതുകൂടാതെ ചിക്കൻ ഗോബി, ഫ്രൂട്ട് കട്ട്സ്, അങ്ങനെ എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഈ ഒരു രാത്രി ഭക്ഷണത്തിന് അവർ ചാർജ് ചെയ്യുന്നത് 500 രൂപയും ടാക്സുമാണ്. പക്ഷേ ഞങ്ങൾ അത് ബഫറ്റ് ഡിന്നറായിട്ട് കഴിച്ചില്ല, മറിച്ച് ലഘുഭക്ഷണമാണ് രാത്രി ഏറെ പേരും ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ള ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് ഉണ്ടായത്. 12 പേര് ഭക്ഷണം കഴിച്ചതിന് ഞങ്ങൾക്ക് 2700 രൂപ ബില്ല് വന്നു. ആ ഭക്ഷണമൊക്കെ വളരെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് റൂമിലേക്ക് പോയി. ചിലർ ചീട്ട് കളിച്ചിരുന്നു, ചിലർ പാട്ടും ഡാൻസുമായിട്ടൊക്കെ കൂടി അതിനുശേഷം കിടന്നുറങ്ങി. അതിരാവിലെ ക്യാമ്പ് നോയലിലെ പ്രഭാത കാഴ്ചകൾ കാണുന്നതിനായി പുറത്തേക്ക് ഇറങ്ങി. ആ രാവിലെ പിന്നെ ആ ക്യാമ്പ് നോയലിൻ്റെ പൂമുഖത്ത് നിന്നുകൊണ്ട് ആ ദൂരെ ഉള്ള മലനിരകളും അവിടെ ഉദിച്ചുയരുന്ന സൂര്യനും ആ സൂര്യരശ്മികൾ നമ്മളുടെ മുഖത്തേക്ക് നേരിട്ട് ഇങ്ങനെ എത്തുമ്പോഴുള്ള ആ ഒരു കാഴ്ചയുടെ സുഖവും, പിന്നെ അവിടുത്തെ ആ ചെടികളുടെയൊക്കെ സംവിധാനവും, അവിടുത്തെ രാത്രിയിലെ ദീപങ്ങൾ അണയാത്ത അവിടുത്തെ റിസോർട്ടുകളിൽ നിന്നുള്ള ആ കണ്ണാടി ചില്ലുകളിലൂടെ കാണുമ്പോഴുള്ള ഒരു മനോഹാരിതയും. ഇത് നോക്കിയേ, എന്ത് രസകരമായിട്ടാണ് മലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത്. അപ്പോൾ ആ പൂവുകളുടെ പശ്ചാത്തലത്തിൽ ആ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടുകൊണ്ട് അവിടെ സജ്ജീകരിച്ചിട്ടുള്ള ആ പച്ച പുൽ മൈതാനം, അത് പറയാതിരിക്കാൻ വയ്യ. വളരെ മനോഹരമായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ആ പച്ചപ്പിൽ നിന്ന്, ആ പുൽമേട്ടിൽ നിന്ന് നമുക്ക് കണ്ണെടുക്കുവാൻ തോന്നാത്തത്ര മനോഹരമായിട്ടാണ് ആ പുൽമേട് അവരൊരുക്കിയിരിക്കുന്നതും ഇപ്പോൾ അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതും. വളരെ നല്ലൊരു കാഴ്ചയായിരുന്നു ആ പുൽമേടിനെ സംബന്ധിച്ചിടത്തോളം. അതൊക്കെ കണ്ടതിന് ശേഷം രാവിലെ ഞങ്ങൾ കുളിച്ച് തയ്യാറായി. പിന്നെ ഇവിടെ ഹെൽത്ത് ക്ലബ്ബ് ഉൾപ്പെടെയുള്ളൊരു അതിവിശാലമായ ഹെൽത്ത് ക്ലബ്ബ്, ടേബിൾ ടെന്നീസ്, ക്യാരംസ്, പിന്നെ ഒരു ഫുട്ബോൾ ഗെയിം, ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പിന്നെ സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ രാവിലെ ഇപ്പോൾ ഭക്ഷണം ലഭിക്കാൻ കുറച്ച് താമസിക്കുമായിരുന്നു. അപ്പോൾ അവിടെ കയറി ക്യാരംസ് കളിച്ചു, ടേബിൾ ടെന്നീസ് കളിച്ചു, ഒരു ഫുട്ബോളിൻ്റെ ഗെയിം കളിച്ചു. ചിലർ നമ്മുടെ അപ്പുറത്ത് ഹെൽത്ത് ക്ലബ്ബിൽ പോയി ജിമ്മിൽ അത്യാവശ്യം ഒന്ന് ഷട്ടിൽ കളിക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു കുറവ് തീർത്തു. അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നതിനായി വീണ്ടും ഞങ്ങൾ രാവിലെ റെസ്റ്റോറൻറ്റിലെത്തി. ടൊമാറ്റോ ചട്നി, സാധാരണ ചട്നി, പിന്നെ സാമ്പാർ, ദോശ, പുട്ടിന് കടലക്കറിയാണ് കേട്ടോ. മിക്കവാറും ഇന്നത്തെ രാവിലത്തെ ഐറ്റത്തിൽ മിക്കവാറും വെജാണ്. ഇത് നമ്മളുടെ റൂം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് സൗജന്യമായി രാവിലെ ഓഫർ വെറുതെ തരുന്നതാണ്. ഇത് ബട്ടൂരയാണ് കേട്ടോ. ബട്ടൂര, പിന്നെ ബട്ടൂരയുടെ കൂടെ ഉത്തരേന്ത്യൻ പ്രിപ്പറേഷനാണ് ഈ കടലക്കറി. ഇതിനൊരു പേരുണ്ട്, എനിക്ക് കൃത്യമായി കിട്ടിയില്ല. പിന്നെ ഇത് ഓംലേറ്റാണ് ഒരു നോൺ വെജ് ഐറ്റം എന്ന് പറയാനുള്ളത്. പിന്നെ അത് കൂടാതെ നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ബട്ടറും ചീസും കഴിക്കാം. ഇതെന്ത് വേണമെങ്കിലും രാവിലെ ഫ്രീ ആണ് കേട്ടോ. കാരണം നമ്മൾ റൂം ബുക്ക് ചെയ്യുമ്പോൾ ആ ചാർജിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഫ്രഷ് ജ്യൂസാണ്. പിന്നെ കാപ്പിയും ചായയും നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് കടുപ്പോ മധുരം എന്ത് വേണമെങ്കിലും കൂട്ടി സ്വയം പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. ഇത് ഫ്രൂട്ട് കട്ട്സ് ഉണ്ട്. ഇതൊന്നും കഴിക്കാത്ത കുട്ടികൾക്കായിട്ട് നമ്മുടെ ചോക്കോ ചിപ്സുണ്ട്. അത് പാലിൽ പിന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുവാനുള്ള സൗകര്യവുമുണ്ട്. ആ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ പയ്യെ പുറത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ ലഗേജൊക്കെ എടുത്ത് ഞങ്ങൾ ക്യാമ്പ് നോയലിനോട് വിട പറയുകയാണ്. അപ്പോൾ ക്യാമ്പ് നോയലിലെ ഒരു പിന്നെ പകലും ഒരു രാത്രിയാണെങ്കിൽ കൂടി വളരെ ആസ്വാദ്യകരമായിരുന്നു. കാരണം നമ്മുടെ കൊച്ചിയുടെ തിളച്ചുമറിയുന്ന ചൂടിൽ നിന്നും
രാത്രി പെട്ടെന്നൊരു 8 ഡിഗ്രി 15 ഡിഗ്രി സെൽഷ്യസ് തണുപ്പിലേക്കുള്ള ആ ഒരു മാറ്റം ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു. അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് പോയത്. അവിടെ സ്ട്രോബെറി തോട്ടത്തിൽ അവിടെ ഫ്രഷായിട്ട് പറിച്ചു വെച്ചിരിക്കുന്ന സ്ട്രോബെറി പഴങ്ങൾ വാങ്ങിച്ചു. 1 കിലോയ്ക്ക് 600 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അവിടെ നിന്നും ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ള സ്ട്രോബെറി പഴങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് അവിടെ ചെല്ലുന്നവർ ഈ സ്ട്രോബെറി ഉണ്ടാകുന്നത് വലിയ മരത്തിലാണെന്നുള്ളൊരു ധാരണയാണ് കേട്ടോ എനിക്കുണ്ടായത്. പക്ഷേ ഈ സ്ട്രോബെറി ഉണ്ടാകുന്ന നിലത്തേക്ക് കപ്പലണ്ടിയൊക്കെ ഉണ്ടാകുന്ന പോലെ മണ്ണിനോട് പറ്റി കിടക്കുന്ന ചെടികളിലാണ് ഈ സ്ട്രോബെറി ഉണ്ടാകുന്നത്. താഴത്തുനിന്ന് ചൂട് തട്ടി വാടാതിരിക്കാൻ താഴത്ത് പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. മുകളിൽ നേരിട്ട് വെയിലിൽ നിന്നും സംരക്ഷിക്കുവാൻ വേണ്ടി പച്ച നെറ്റും കെട്ടി മറച്ചിട്ടാണ്. ഇത് വളരെ കരുതലോടെ വളർത്തിയെടുക്കുന്നൊരു സംഭവമാണ് കേട്ടോ ഈ സ്ട്രോബെറി. രാവിലെ വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാകമാകാത്ത പഴങ്ങളാണ് ഇപ്പോൾ ആ ചെടികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ട്രോബെറി പഴങ്ങളുമൊക്കെ കണ്ട് അവിടെ നിന്ന് ആവശ്യമുള്ളവർ വാങ്ങിച്ച് ഞങ്ങൾ വട്ടവടയോട് പയ്യെ യാത്ര പറയുകയാണ്. പണ്ട് വട്ടവടയിൽ ഈ സ്ട്രോബെറി കൂടാതെ ഒരുപാട് കൃഷികളുണ്ടായിരുന്നു. ബീൻസും മറ്റൊരുപാട് വെജിറ്റബിളുകളും. ഇപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് കാണുന്നത് സത്യം പറയുന്നത് ഒരു കൃഷിയല്ല. ഞങ്ങളുടെ കൂടെയുള്ള ഫാദർ മാർട്ടിൻ അച്ഛൻ്റെ ഒരു സഹപ്രവർത്തകൻ അവിടെ വട്ടവടയിൽ തന്നെയുള്ള ഒരു പള്ളിയും മഠവും കൂടെയുള്ള ഒരു സ്ഥലത്ത് ആ പള്ളിയിലെ വികാരി അച്ഛൻ അദ്ദേഹത്തെ കാണാൻ കയറിയപ്പോൾ അവരുടെ ആ മഠത്തിൻ്റെ പുറകിൽ ഒരുക്കിയിട്ടുള്ള അവിടെ പാഷൻ ഫ്രൂട്ടാണ് ഈ കാണുന്നത്. അവിടെ നട്ടിട്ടുള്ള പാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് നമ്മുടെ ലുലുവിലൊക്കെ കിട്ടും. ഇതിനിപ്പോൾ അതിൻ്റെ 250 രൂപ ഇവിടുത്തെ വില. ഇത് ഭയങ്കര മധുരമാണ്. ഇത് പഞ്ചസാരയേക്കാൾ മധുരമാണ്. അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ 2-3 പാവമായി കിടക്കുന്നത് പറിച്ച് തിന്ന്. ഇത് നമ്മളുടെ സ്വീറ്റ് കോൺ. ഓരോ ചെടിയുടെയും ഇലയുടെ മടക്കിലാണ് ഈ സ്വീറ്റ് കോൺ ഉണ്ടാകുന്നത്. അപ്പോൾ സ്വീറ്റ് കോൺ അതും ആ പള്ളിയിൽ നിന്നും പള്ളിയുടെ പിന്നാമ്പുറത്ത് അവരുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും പകർത്തിയാണ് അവർ അത് പള്ളിയുടെ മുമ്പിലുമൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ട്. തിരിച്ചു വന്ന വഴി ആ വട്ടവടയിലെ ക്യാരറ്റ് ബീറ്റ്റൂട്ടൊക്കെ വീട്ടിലൊക്കെ ആയിട്ട് അല്പം ഫ്രഷ്നെസ് മാറാത്ത വാടാത്ത അതിൻ്റെ ഇലകളും തണ്ടുകളൊക്കെ ഉള്ള ആ ക്യാരറ്റും ബീറ്റ്റൂട്ടുമൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ ആ വട്ടവടയിലെ കർഷക ഗ്രാമത്തിലൂടെ അവരുടെ കർഷകരുടെ കുടികളുടെ മുമ്പിലൂടെ ഈ 400-700 രൂപയൊക്കെ വിലയുള്ള സ്ട്രോബെറി പഴങ്ങൾ വിളയിക്കുന്ന കർഷകരുടെ ആ ഗ്രാമത്തിലൂടെയാണ് അവരുടെ കുടികളുടെ മുമ്പിൽ കൂടിയാണ് നമ്മൾ പോന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ വട്ടവട. ഈ വട്ടവടയിൽ മൂന്നാറിൽ നമ്മളിങ്ങോട്ട് പോരുമ്പോൾ മൂന്നാറിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ മൂന്നാറിൽ നിന്ന് ഭക്ഷണം കയ്യിൽ കരുതിയിട്ടില്ലെങ്കിൽ പിന്നീട് വഴിയിൽ ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞ് വട്ടവടയിൽ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലല്ലാതെ നമുക്ക് മനസ്സിന് തൃപ്തിയോടെ കഴിക്കുവാനുള്ള ഭക്ഷണം വേറെ ഒരിടത്തുനിന്നും കിട്ടാൻ വഴിയില്ല. അപ്പോൾ വട്ടവടയിലേക്ക് നിങ്ങൾ ടൂറ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകൂട്ടി മുന്നറിവുള്ള റിസോർട്ടുകളെ സംബന്ധിച്ച് വിശദമായി പഠിച്ച് അവിടെ വിളിച്ച് റൂമൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വട്ടവടയിലേക്ക് പോരുക. ഈ റിസോർട്ടുകൾ അതുമായി ബന്ധപ്പെട്ട് അവരൊരുക്കിയിട്ടുള്ള കാഴ്ചകളും കാഴ്ചകളും ആ സൗകര്യങ്ങളും അല്ലാതെ വട്ടവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വട്ടവട. ഈ കാണുന്നതാണ് വട്ടവട. അല്ലാതെ പ്രത്യേകിച്ചൊരു കാഴ്ച. പിന്നെ വട്ടവടയിലേക്ക് വരുന്ന വഴി മൂന്നാർ കഴിഞ്ഞാൽ നമ്മൾ വട്ടവടയിൽ എത്തുന്നത് വരെ മലനിരകളിലുള്ള ടീ എസ്റ്റേറ്റുകളും മലകളിൽ നിൽക്കുന്ന പല വർണ്ണങ്ങളിലുള്ള ഇലകളുള്ള വൻ മരങ്ങളും അതെനിക്ക് തോന്നുന്നു ഗ്രാൻഡിസ് മരമാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പേപ്പർ പൾപ്പിന് വേണ്ടി നട്ടുപിടിപ്പിച്ചിട്ടുള്ള അതൊക്കെ കണ്ണിന് ഇമ്പമേറുന്ന കാഴ്ചയാണ്. ആ യാത്ര അതിമനോഹരമാണെന്ന് പറയാതെ വയ്യ. ബാക്കിയുള്ള വട്ടവട ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ആ ക്യാമ്പ് നോയിൽ വിട്ട് കഴിഞ്ഞാലുള്ള വട്ടവട ഇതാണ്. ഞങ്ങൾ വട്ടവടയോട് വിട പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.